അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിന്റെ ഒന്നിലധികം വേരിയൻസ് പ്രത്യക്ഷപ്പെടുമെന്ന് റൂമേഴ്സ് ഉണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഡോക്ടർ ഡൂമിന്റെ വേരിയൻസിൽ ഒരു ഫീമെയിൽ ഡോക്ടർ ഡൂം വേരിയന്റ് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ആക്ച്വലി മാർവൽ സ്റ്റുഡിയോസിന് MCU എന്ന കോൺസെപ്റ്റ് കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. MCUവിൽ ഓൾറെഡി തന്നെ സൂപ്പർ ഹീറോസിന്റെ പല വേരിയൻസിനെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലേഡി തോർ, ലേഡി ക്യാപ്റ്റൻ അമേരിക്ക, ലേഡി അയൺ മാൻ, ലേഡി ലോക്കി, ലേഡി സിൽവർ സർഫർ എന്നിങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. റൂമേഴ്സ് പ്രകാരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂം ആയിട്ട് വേഷമിടാൻ പോകുന്നത് അന ഡെ അർമാസ് എന്ന ആക്ട്രസ് ആണ്. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടം മേനിയയിൽ കൗൺസിൽ ഓഫ് കാങ്സിനെ നമ്മൾ കണ്ടതുപോലെ കൗൺസിൽ ഓഫ് ഡൂംസിനെയും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല പ്രൈം ഡോക്ടർ ഡൂം ആയ RDJയുടെ ഡോക്ടർ ഡൂം മൾട്ടിവേഴ്സുകളിൽ ഉടനീളമുള്ള ഡോക്ടർ ഡൂം വേരിയൻസിനെ വേട്ടയാടുകയും അവരുടെ പവേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം അത്രമാത്രം ഡേഞ്ചറസും പവർഫുള്ളും ഇന്റലിജന്റുമാണ് RDJയുടെ ഡോക്ടർ ഡൂം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറിയും റൂമേഴ്സും മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറിയും റൂമറും ഒക്കെ കണ്ടപ്പോ പറഞ്ഞെന്ന് മാത്രം.